കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ ചാനലിന്റെ വരുമാനം പാവങ്ങളുടെ ചികിത്സക്കും. കുട്ടികൾ കഴിക്കുന്ന മാഗിയിൽ മായമുണ്ടോ എന്ന ചോദ്യം പല മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന സംശയമാണ്. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യവും ധനകാര്യവും ചേർന്ന് ചിന്തിക്കുന്ന ഒരു ചാനൽ. മാഗി ഇന്ത്യയിൽ വിൽക്കാൻ മുമ്പ് FSSAI എന്ന ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പരിശോധനയും അനുമതിയും നൽകുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് വിഷം ചേർത്ത മായം കൂടിയ ഭക്ഷണം എന്ന രീതിയിൽ മാഗിയെ കാണേണ്ടതില്ല. പക്ഷേ മാഗി ഒരു ആരോഗ്യ ഭക്ഷണമല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മാഗിയിൽ സോഡിയം അളവ് കൂടുതലാണ്. കുട്ടികൾ കൂടുതലായി തിന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾക്കും സാധ്യത വർദ്ധിക്കും. കുറച്ച് ഫ്ലേവറുകളിൽ MSG എന്ന രുചിവർദ്ധകവും മറ്റ് ചേർച്ചകളും ഉണ്ടാകാം. ഇവ അനുവദനീയ പരിധിക്കുള്ളിൽ തന്നെയെങ്കിലും ദിവസവും കഴിക്കുമ്പോൾ ശരീരത്തിന് ഭാരം കൂടും. അതുപോലെ തന്നെ മാഗിയിൽ ഫൈബർ കുറവും പോഷകമൂല്യവും വളരെ ഒതുങ്ങിയതുമാണ്. കുട്ടികൾക്ക് ആവശ്യമായ പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽ എന്നിവ ഇതിലൂടെ ലഭിക്കില്ല. അതിനാൽ മാഗി പ്രധാന ഭക്ഷണത്തിന് പകരമല്ലെന്നും ഒക്കെയായാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം, അതും പച്ചക്കറി, മുട്ട എന്നിവ ചേർത്ത് കുറച്ച് ആരോഗ്യകരമാക്കി കൊടുക്കുന്നതാണ് സുരക്ഷിതം. 2015 മാഗിയിൽ ലെഡ് അളവ് കൂടി എന്ന വിവാദം വന്നിരുന്നു. അതിനുശേഷം കമ്പനി പുതിയ പരിശോധനകളും പരിഷ്കാരങ്ങളും ചെയ്തു വീണ്ടും അനുമതി നേടി വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിയന്ത്രിതമായി ഉപയോഗിക്കുന്നത് സാധാരണയായി സുരക്ഷിതം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അതിനാൽ ചോദ്യം മായമുണ്ടോ എന്നതല്ല, എത്ര തവണ എന്ത് അളവിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നതാണ്. പ്രധാന ആരോഗ്യകരമായ വീട്ടുഭക്ഷണമാണ് എല്ലായ്പ്പോഴും ഏറ്റവും നല്ല നിക്ഷേപം. കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളെ ആരോഗ്യവും ധനകാര്യവും ചേർത്ത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചാനൽ.